Greetings in the name of our Lord and Savior Jesus Christ. വലിയ നോമിൻ്റെ 35-ാമത്തെ ദിവസമായ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദവാക്യം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഞാനിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഈ വേദവാക്യങ്ങളെ ആസ്പദമാക്കി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിഷയം ശരീരമാകുന്ന വിത്ത് or body as a seed ആണ്. ക്രൂശിലെ തൻ്റെ മരണത്തിന് മുന്നോടിയായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രകൃതിയിലെങ്ങും കാണപ്പെടുന്ന ഒരു വളരെ സാധാരണമെങ്കിലും വളരെയധികം അർത്ഥവത്തായ ഒരു ഉദാഹരണമാണ് കർത്താവോട് പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളും ഒഴിവാക്കി സുഖസൗകര്യങ്ങളെ നേടുവാനായി പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെയാണ് കർത്താവ് ഫലം പുറപ്പെടുവിക്കുവാനായി ഇല്ലാതെയാവുന്ന വിത്തിനെ പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. The issue of suffering has always been that of a paradoxical nature. ത്യാഗം എന്നുള്ളത് ഒരു വൈരുദ്ധ്യമേറിയ വിഷയമാണ്. ഗോതമ്പ് മണിയുടെ ഉദാഹരണത്തിൽ കൂടി കർത്താവ് ത്യാഗത്തെ അതിൽ തന്നെ മധ്യകരിക്കുകയല്ല ചെയ്യുന്നത്. അതിൽ പരം ത്യാഗത്തിൽ കൂടെ പുറപ്പെടുവിക്കുന്ന ഫലത്തിനാണ് ഇവിടെ പ്രാധാന്യം. This passage is not a call to suffering for its own sake, but rather a call to purpose. ഇന്നത്തെ യൂത്ത്സ് ആൻഡ് ചിൽഡ്രൻ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ചാലഞ്ച് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും, അത് പഠനമായാലും ജോലിയായാലും, എവറി ഫീൽഡ് നമ്മളിൽ നിന്ന് സാക്രിഫൈസസ് ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം ഫലപ്രദമായ മേഖലകളിലേക്ക് നമ്മുടെ താഴ്ന്നുകൾ, നമ്മുടെ സമയം, നമ്മുടെ ശരീരം സാക്രിഫൈസ് ചെയ്യുവാനുള്ള ടെംപ്റ്റേഷൻ എവർ പ്രസൻ്റ് ആയിട്ട് നിൽക്കുന്നു. സോ ദൈവം നമ്മൾക്ക് തന്നതായിട്ടുള്ള പൊറ്റൻഷ്യൽ നിറഞ്ഞ വിത്തുകൾ ആയ നമ്മുടെ താലന്തുകൾ, നമ്മുടെ സമയം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഫലപ്രദമായതിനു വേണ്ടിയാണോ നമ്മൾ ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കുവാനാകട്ടെ. Let's pray that God gives us the wisdom to use these gifts for the glory of His kingdom.